വെൽക്കം ബാക്ക് ടു അതുൽ SSC അക്കാഡമി. നമ്മൾ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ്. SSC PSC RRBയിലേക്ക് ആവശ്യമുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പെർസെൻറ്റേജിൻ്റെ കുറച്ച് മെത്തേഡ്സ് പഠിച്ചിരുന്നു. 10%, 25%, 15%, ഇതൊക്കെ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. ഇതിൻ്റെ ഒരു സീരീസ് പോലെ നമുക്കൊരു 3-4 ക്ലാസ് മിനിമം ഉണ്ടായിരിക്കും. പെർസെൻറ്റേജിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്സ് നമുക്ക് PSC ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എത്രയും പെട്ടെന്ന് ഒരു 30 to 40 സെക്കൻഡ്സിനുള്ളിൽ മാക്സിമം 30 to 40 സെക്കൻഡ്സിനുള്ളിൽ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയിലോട്ട് നമുക്ക് മാറാം. ഇപ്പോൾ നമ്മൾ ബേസിക് ക്ലാസ്സാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1%, 2%, 12.5%, 20, 40, 60, 80 എന്നുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാം. സിമ്പിളാണ്, നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച പോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡിൽ ജസ്റ്റ് പേന കൊണ്ട് ഒരു സ്റ്റെപ്പിൽ എഴുതാൻ പറ്റുന്നോ അല്ലെങ്കിൽ പേന പോലും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് നമുക്ക് മാറാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു ക്വിക്ക് റിവിഷൻ എടുക്കാം. കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്ന 10% ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു കുത്ത് ഇപ്പുറത്തോട്ടിടുക, അത്രയേ ഉള്ളൂ. ഒരു കുത്ത് ഇപ്പുറത്തോട്ടിടുക. 10% എവിടെ കണ്ടോ ഒരു കുത്ത് ഇപ്പുറത്തോട്ടിടുക, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. ഭയങ്കര സിമ്പിളാണ്. ഒരു കുത്ത് ഇപ്പുറത്തോട്ടിടുക. അപ്പോൾ 324 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കുത്ത് ഇങ്ങോട്ടിടുക. അപ്പോൾ 32.4, അതാണ് 10%. ഓക്കെ, ഇനി ഓൾറെഡി ഡെസിമൽ ഉള്ളതാണെങ്കിലോ, ഇപ്പോൾ 11.8, ഇതിൻ്റെ 10% കാണുക പറഞ്ഞാൽ ഈ ഡെസിമൽ ജസ്റ്റ് ഒരു സംഖ്യ ഇപ്പുറത്തോട്ടിടുക. അപ്പോൾ 1.18 കിട്ടും. അത്രയേ ഉള്ളൂ. അത്ര സിമ്പിളാണ് 10% കാണാൻ. ഓക്കെ, 10% കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1% കാണാനും പിന്നെ റിസ്ക് ഒന്നുമില്ല. ഓക്കെ, 1% ആണെങ്കിൽ എങ്ങനെ നമ്മൾ കാണാം? 10% ആണെങ്കിൽ പറഞ്ഞു ഒരു കുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി അല്ലേ. ഇനി 1% ആണെങ്കിലോ 2 സംഖ്യ ഇപ്പുറത്തോട്ട് ആ കുത്തിടണം. ഓക്കെ, 2 സംഖ്യ ഇപ്പുറത്തോട്ട് ഇടണം. സിമ്പിളായിട്ട് പറയാം. ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ 324, ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു കുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ 32.4 കിട്ടി. അല്ല, നമ്മളോട് 1% ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിലോ, 1% ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ 2 സംഖ്യ ഇപ്പുറത്തോട്ട് ഇടണം. 1, 2, അപ്പോൾ 3.24 എന്ന് കിട്ടും. ഓക്കെ, 3.24. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇനി 1% എവിടെ കണ്ടോ, ഇപ്പോൾ ഓൾറെഡി ഒരു ഡെസിമലുള്ള ഒരു സാധനമാണെങ്കിലോ 111.8 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1% ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 2 സംഖ്യ ഇപ്പുറത്തോട്ടൊരു കുത്തിടുക. 1.118 കിട്ടിയല്ലോ. ഇനി 1% എവിടെ കാണുകയാണെങ്കിലും കുത്ത് 2 സംഖ്യ ഇപ്പുറത്തോട്ടിടുക. ഇത്രയേ ഉള്ളൂ. 10% ആണെങ്കിൽ ഒരു സംഖ്യ ഇപ്പുറത്തോട്ടിടുക, 1% ആണെങ്കിൽ 2 സംഖ്യ ഇപ്പുറത്തോട്ടിടുക. ഇനി എത്ര ടഫ് ചോദ്യം ചോദിച്ചോട്ടെ, 8, 7, 4, 3 ആണ്. 1% ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുത്ത് 2 കുത്ത്. ഓക്കെ, ഒരു കുത്ത് 2 സംഖ്യ ഇപ്പുറത്തോട്ടിടുക. ഓക്കെ, 10% ആണെങ്കിൽ ഒരു സംഖ്യ ഇപ്പുറത്ത്, 1% ആണെങ്കിൽ 2 സംഖ്യ ഇപ്പുറത്ത്. 3, 4, 7, 5.6 എന്ത് ചെയ്യുക? 1, 2, അപ്പോൾ 34.756 കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1% നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു. ഇനി 1% എവിടെ കണ്ടാലും ചെയ്താൽ മതി. 1% കിട്ടിക്കഴിഞ്ഞാൽ 2% കിട്ടാൻ എപ്പോഴും എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻറ്റു 2 ചെയ്യുക. 3% കിട്ടണമെങ്കിൽ ഇൻറ്റു 3 ചെയ്യുക. 8% ആണെങ്കിൽ ഇൻറ്റു 8 ചെയ്യുക. 4% ആണെങ്കിൽ ഇൻറ്റു 4 ചെയ്യുക. 5% കിട്ടണമെങ്കിൽ ഇൻറ്റു 5 ചെയ്യാം. ഓക്കെ, അപ്പോൾ 1% കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7% കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻറ്റു 7 ചെയ്താൽ മതി. ഓക്കെ, കമ്മിങ് ബാക്ക്, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 540, ഇതിൻ്റെ 2% ചോദിച്ചാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ഇൻറ്റു 2 അല്ലേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ 1% കാണുക. 1% കാണാൻ നമ്മളെന്താ പഠിച്ചത്? 2 സംഖ്യ പുറത്തോട്ടൊരു കുത്തിടുക. അപ്പോൾ 5.4 കിട്ടി. 5.4 കിട്ടിയല്ലോ. 1% 5.4 കിട്ടി. പിന്നെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഇൻറ്റു 2 ചെയ്യുക. 10.8 കിട്ടും. ഓക്കെ, അപ്പോൾ എവിടെ ഇനി 2% കണ്ടാലും ആദ്യം ആ സംഖ്യ എടുക്കുക. അപ്പോൾ 324 ആണെങ്കിൽ ആ സംഖ്യേൻ്റെ 2 സംഖ്യ പുറത്തോട്ടൊരു കുത്തങ്ങിടുക. അപ്പോൾ 1% കിട്ടി. എന്നിട്ട് അതിനെ ഇൻറ്റു 2 അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ മതി. 6.48 നമുക്ക് 2% കിട്ടി. ഇനിയിപ്പോൾ സാറേ 2% അല്ല നമുക്ക് കിട്ടേണ്ടത്, 3% കിട്ടേണ്ടത്. എന്താ ചെയ്യുക? 1% കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3% ആയി. ഇനിയിപ്പോൾ 7% ആണെങ്കിൽ ഇൻറ്റു 7 ചെയ്താൽ മതി. ഓക്കെ, അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ 1% ആണെങ്കിൽ കുത്ത് 2 സംഖ്യ പുറത്തോട്ടിടുക. പിന്നെ 1% കിട്ടിയ 2% കിട്ടണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യുക. 3% ആണെങ്കിൽ ഇൻറ്റു 3 ചെയ്യുക. 2% ആണെങ്കിൽ 1% ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വയ്ക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. 12.5%. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 25% എങ്ങനെ പഠിച്ചത്? 25% എവിടെ കണ്ടാലും by 4 ചെയ്താൽ മതി അല്ലേ.
അത് അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ 840ൻ്റെ 25% എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യരുത്, ബൈ 4 ചെയ്യുക. അപ്പോൾ 210 കിട്ടും. അപ്പോൾ ഇനി 12.5% എവിടെ കണ്ടാലും വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഡിവൈഡർ ബൈ 8 ചെയ്യുക, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ മാത്രം ഇത് ഓർത്ത് വെക്കണമെന്നൊന്നുമില്ല, മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ചെയ്യാം. 12.5% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ 100. അപ്പോൾ 100ൽ 12.5 എന്നാണ് 12.5ൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡെസിമൽ ഒഴിവാക്കി കഴിഞ്ഞാൽ 125/1000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 125 കൊണ്ട് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/8 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുക. നമ്മൾ ഒരിക്കലും ഈ സ്റ്റെപ്പൊന്നും ചെയ്യരുത്. എക്സാം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമാണ് എഴുതുന്നത്, സ്റ്റെപ്പിന് മാർക്കില്ല. അപ്പോൾ ഡയറക്റ്റ് ഇനിയിപ്പോൾ 840ൻ്റെ 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ബൈ 8 ചെയ്യുക. അപ്പോൾ 105 എന്ന് കിട്ടി അല്ലേ. ബൈ ഡയറക്റ്റ് ബൈ 8. 12.5% എവിടെയൊക്കെ കണ്ടോ അവിടെ വേറെ ഒന്നും ചിന്തിക്കരുത്. ഇനി ഡിവൈഡർ ബൈ 8. 12.5% എവിടെ കണ്ടോ ബൈ 8. എന്നാലേ നിങ്ങൾ സമയത്ത് ചെയ്യാൻ പറ്റൂ. കാരണം 840, അപ്പോൾ ഇതിൻ്റെ നേരെ ബൈ 8 എഴുതി 105, അപ്പോഴേക്ക് ആൻസർ കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വീണ്ടും ചെയ്യാൻ പോകുന്നത്? 840 ഇൻറ്റു 12.5 ഇൻറ്റു 100, എന്നിട്ട് ഈ 0 വെട്ടി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. അങ്ങനെ നമ്മൾ സമയം കളയേണ്ട ഒറ്റ ആവശ്യമില്ല. അങ്ങനെ സമയം കളഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ 12.5% എവിടെ കണ്ടാലും ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 400ൻ്റെ 12.5% കാണാൻ പറഞ്ഞു. എന്ത് ചെയ്യുക? ഡയറക്റ്റ് ബൈ 8 ചെയ്യാം. നമുക്ക് 50 കിട്ടി. അപ്പോൾ അങ്ങനെ ഇനി ചെയ്യാൻ പാടൂ. അങ്ങനെ നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി 20% ട്രിക്ക്. 20% നമുക്ക് 2 ടൈപ്പിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10% ഇൻറ്റു 2 ആണ് അല്ലേ? 10% ഇൻറ്റു 2 ആണ്. ഫോർ എക്സാമ്പിൾ 324. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു കുത്തിപ്പുറത്തോട്ടിട്ട് 32.4. ഇതിന് നേരെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 64.8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കിട്ടി? 20% കിട്ടി. ഇനി എപ്പോഴും ഈ മെത്തേഡ് യൂസ് ചെയ്യരുത്. എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. 5ൻ്റെയോ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് കിട്ടുന്ന സംഖ്യ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 425 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ 10% എടുത്ത് 42.5 എടുത്തു, ഇൻറ്റു 2 ചെയ്തിട്ട് 85 എടുക്കാം. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി അല്ല എന്നുണ്ടെങ്കിൽ 425 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബൈ 5 അങ്ങ് ചെയ്താൽ മതി. 8/5 കിട്ടി. കണ്ടോ? ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. അതെങ്ങനെ വന്നത്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ എത്ര അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ 100ൽ എത്ര? അപ്പോൾ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ 20 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 1/5. ഓക്കെ, നമുക്ക് സാധാ 20% എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഇൻറ്റു 2 തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഡെസിമലോ ബുദ്ധിമുട്ടുള്ള ഒരു നമ്പർ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക. 430.4 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ 20% ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഒരു കുത്തിപ്പുറത്തോട്ട് ഇടുക. അപ്പോൾ 43.04 അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 86.08 എന്ന് കിട്ടും. അത് ബൈ 5 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. പക്ഷേ ഈ ബൈ 5 എന്നുള്ള മെത്തേഡ് നമ്മൾ എപ്പോഴാണ് ഓർത്ത് വയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു 20/100, 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. ഇതാണ് 1/5. നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരും, ഇപ്പോൾ വരില്ല. അപ്പോൾ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5. ഇനി എവിടെ കണ്ടാലും ബൈ 5 ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 10% കാണുക, ഇൻറ്റു 2 ചെയ്യുക. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരും. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോഴല്ല അതിൻ്റെ ആവശ്യം, ഫ്യൂച്ചറിൽ അത് ആവശ്യം വരും. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഇനി 40% ആണ് പറയുന്നത്. 40% നമുക്ക് 2 ടൈപ്പിൽ വീണ്ടും ചെയ്യാം. ഒന്നെങ്കിൽ 10% കണ്ടിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി. അല്ലെങ്കിൽ ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20% കിട്ടും, എന്നിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ 2 മെത്തേഡ്സാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾ 40% എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആദ്യം 10% കാണുക, എന്നിട്ട് ഇൻറ്റു 4 ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. 324. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ ഒരു കൊത്തുപ്പുറത്ത് തൊട്ടിട്ട് 32.4, എന്നിട്ട് ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40% കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റു 40% കിട്ടും. 128.16 നോക്കി, അല്ലെങ്കിൽ 129.6 കിട്ടും. ഓക്കെ, അത് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് 20% നമ്മൾ എത്രയാണെന്ന് പഠിച്ചു? 1/5 ആണെന്ന് പഠിച്ചു. ഡിവൈഡഡ് ബൈ 5 ആണെന്ന് പഠിച്ചു.
20% ഇൻറ്റു 2 ആണല്ലോ 40%. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ ഇനി 40% എവിടെ കണ്ടാലും ഒന്നെങ്കിൽ നിങ്ങൾ ഇൻറ്റു 2/5 ചെയ്താൽ മതി. എവിടെ 40% കണ്ടാലും ഇൻറ്റു 2/5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 40% കിട്ടും. നമുക്ക് നോക്കാം 500 ഇൻറ്റു 2/5 നമ്മൾ ചെയ്ത് നോക്കി. 100 വെട്ടി, അപ്പോൾ 200 എന്ന് കിട്ടി. ഇനി നമ്മുടെ മറ്റേ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. 10% ഇൻറ്റു 4 എന്നുള്ള മെത്തേഡ്. 500ൻ്റെ 10% 50 ഇൻറ്റു 4 200. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡും യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക. 40% നമുക്ക് എവിടെ കാണണമെങ്കിലും ഇൻറ്റു 2/5 ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡാണ്. ആദ്യം 10% കാണുക. 10% കാണാൻ ഒരു കുത്തിപ്പുറത്തോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് മെത്തേഡും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. രണ്ടും ആവശ്യം വരുന്ന മെത്തേഡാണ്. എന്തായാലും യൂസ് ചെയ്യണം. 60% നമുക്ക് ഞാൻ രണ്ട് മെത്തേഡ്സ് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നമുക്ക് 10% കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 6 ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% പ്ലസ് 10% എന്ത് 60%. ഇനി ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞു 40% ആണെങ്കിൽ ഇൻറ്റു 2/5 ചെയ്താൽ മതിയെങ്കിൽ 60% എവിടെ കണ്ടാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഇൻറ്റു 3/5 ചെയ്താൽ മതി. ഇൻറ്റു 3/5 ചെയ്താൽ മതി. അതെങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ എത്ര, 60% എന്ന് പറഞ്ഞാൽ 100ൽ 60. ഇത് വെട്ടി 0 വെട്ടി 6 5 വെട്ടിക്കഴിഞ്ഞാൽ 3/5 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ 60% എവിടെ കണ്ടാലും നിങ്ങൾക്ക് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ 10% കാണുക. 10% കാണാൻ ഒരു കുത്തിപ്പുറത്തോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് അതിനെ 6 കൊണ്ട് ഗുണിക്കുക, 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% പ്ലസ് 10% 50% കാണാൻ നമ്മൾ എന്താ ചെയ്യുക? നേരെ /2 ചെയ്താൽ മതി. 10% കാണാനാണെങ്കിൽ ഒരു കുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് അത് രണ്ടും കൂട്ടിയാൽ നിങ്ങൾക്ക് 60% കിട്ടും. മൂന്നാമത്തെ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണം, ഇൻറ്റു 3/5 ചെയ്താൽ മതി. അപ്പോൾ 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമുക്ക് 500 എടുക്കാം. 500 നമ്മൾ ഫസ്റ്റ് മെത്തേഡ് 10% എടുത്തു, ഒരു കുത്തിപ്പുറത്തോട്ട് ഇട്ടു. അപ്പോൾ 50 ഇൻറ്റു 6 300 കിട്ടി. ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് 500ൻ്റെ പകുതി 250, 500ൻ്റെ 10% 50. എഗെയിൻ 300 നമുക്ക് ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് ഡയറക്റ്റായിട്ട് 500 ഇൻറ്റു 3/5 ചെയ്യാം. ഓക്കെ. 5 5 വെട്ടി 100, 300 കിട്ടി. ഓക്കെ. അപ്പോൾ ഇതിൽ മോസ്റ്റ് കേസസിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം 324. അപ്പോൾ ഇതിൻ്റെ 60% കാണാൻ പറഞ്ഞ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്താ? ഒരു കുത്തിടുക. അപ്പോൾ 10% കിട്ടി. ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 162. അപ്പോൾ നമുക്ക് അതിൻ്റെ 50% കിട്ടി. 162 32.4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ 194.4 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഏതിനേക്കാൾ സുഖമാണ്? ഇപ്പോൾ 324 ഇൻറ്റു 3/5 ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് അത്. പിന്നെ 324ൻ്റെ 10% 32.4 ഇൻറ്റു 6 ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് വരാൻ പോകുന്ന സാധനം 50% പ്ലസ് 10% എന്നുള്ള മെത്തേഡായിരിക്കും. ഓക്കെ. 50% കാണാൻ നേരെ പകുതി എടുക്കുക. അപ്പം 430 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ നേർ പകുതി. അപ്പോൾ 115 115 അല്ല 215. ഓക്കെ. ഇനി ഇതിൻ്റെ 10% കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തിപ്പുറത്തിടുക 43. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 215 43 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 60% എവിടെ കണ്ടാലും ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 + 10 ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% പ്ലസ് 10%. 50% എവിടെ കണ്ടോ അതിൻ്റെ നേർ പകുതി എടുക്കുക. 10% എവിടെ കണ്ടോ ഒരു കുത്ത് ഇപ്പുറത്തോട്ട് ഇടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 60% കാണാം. ഇനി മറ്റു മെത്തേഡ്സ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഒന്നെങ്കിൽ 10% ഒരു കുത്തിപ്പുറത്തോട്ട് ഇടുക, ഇൻറ്റു 6 ചെയ്താൽ മതി, 60% കിട്ടും. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 3/5 ചെയ്താലും മതി. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. ഓക്കെ. അടുത്ത 80%. 80%നും ഇതേപോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10% കണ്ടിട്ട് ഇൻറ്റു 8 ചെയ്യാം. 10% കാണാൻ വീണ്ടും പറയുന്നു, ഒരു കുത്തിടുന്നു, ഇപ്പുറത്തോട്ട് ഇടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻറ്റു 4/5 ചെയ്യാം. ഇൻറ്റു 4/5 ചെയ്യാം. ഓക്കെ. ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ
720. ഓക്കെ, നമ്മൾ 80% ചോദിച്ചാൽ ഇൻറ്റു 4/5 ഡയറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 144 × 4 എന്നുള്ള നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 724 ആണെന്നുണ്ടെങ്കിൽ ഒരു കുത്തിപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ 10% കിട്ടി ഇൻറ്റു 8 ചെയ്യാം. ഇങ്ങനെ 2 മെത്തേഡ്സ് ആണുള്ളത്. ഓക്കെ, 80% എവിടെ കണ്ടാലും അപ്പോൾ ഇൻറ്റു 4/5 ചെയ്യുക കേട്ടോ. ഇൻറ്റു 4/5 ചെയ്താൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. ഇൻറ്റു 4/5 ചെയ്യാം. എക്സാമ്പിൾസ് എടുത്തിട്ട് ഇപ്പോൾ 820. ഓക്കെ, 820 ഇൻറ്റു 4/5 ചെയ്യുക, 5 കൊണ്ട് വിട്ട്, അല്ലെങ്കിൽ ഇൻറ്റു 8/10 ചെയ്യുക. അങ്ങനെ 2 ഓപ്ഷൻസ് ആണുള്ളത്. അത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ എത്ര, 80% എന്ന് പറഞ്ഞാൽ 100-ൽ 80, 100-ൽ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/5 ആണ്, അല്ലെങ്കിൽ 8/10 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏതിൽ ഏറ്റവും യൂസ്ഫുൾ ഏതാണോ അത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ റിമെമ്പർ ഇൻറ്റു 4/5. 80% എവിടെ കണ്ടാലും ഡയറക്റ്റ്ലി അത് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട്. സ്പീഡ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. 12.5%. 12.5% എവിടെ നിങ്ങൾ കണ്ടോ, 12.5% നിങ്ങൾ എവിടെ കണ്ടോ /8 ചെയ്താൽ മതി. /8 ചെയ്താൽ മതി, വേറെ ഒന്നും ചിന്തിക്കരുത്, വേറെ ഒരു കാൽക്കുലേഷനിലോട്ടും പോകരുത്. ഡയറക്റ്റ് /8. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അടുത്തൊരു റഫ് പേപ്പറിലോട്ട് ക്വസ്റ്റ്യൻ പോലും എടുത്ത് എഴുതരുത്. ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ /8 20. ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ മാറിയിരിക്കണം. എങ്ങനെയാണ് അത് വരുന്നത്? എഗെയിൻ പറഞ്ഞു, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ എത്ര എന്നാണ്. 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ 12.5 എന്നാണ്. ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1/8 എന്ന് കിട്ടും. അതുകൊണ്ട് എവിടെ 12.5% കണ്ടാലും നിങ്ങൾ /8 ചെയ്താൽ മതി. 25% കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? /4 അല്ലേ ചെയ്യേണ്ടത്. അതേപോലെ /8 ചെയ്താൽ മതി 12.5% കാണുമ്പോൾ എവിടെയാണെങ്കിലും. അപ്പോൾ 160 ആണെങ്കിൽ ഡയറക്റ്റ് /8 20%. 20% അല്ല 20. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടും. ഈ ഒരു മെത്തേഡിൽ തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി PSCയിലെ ഒരു എക്സാം ടിപ്പ് പറഞ്ഞു തരാണ്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് പോസിബിൾ ആണോ അപ്പോഴൊക്കെ പെർസെൻറ്റേജ് നിങ്ങൾ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. ഓക്കെ, അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ യൂസ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങളോട് പറയാണ് 66.67% ഓഫ് 300, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ, ഏതെങ്കിലും വാട്ടവർ സംഖ്യ ആയിക്കോട്ടെ, 300 നിങ്ങളോട് കാണാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങളിത് ഈ 300 ഇൻറ്റു 66.67/100 എന്നിട്ട് 66.67 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എപ്പോൾ കിട്ടാനാണ്? അപ്പോൾ നമ്മൾ 66.67% കാണുമ്പോൾ അത് അപ്പോഴേ 2/3 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കണം. അത് നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനത്തെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇൻറ്റു 2/3, അപ്പോൾ 300 ഇൻറ്റു 2/3 നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടി ഇല്ലേ? ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ 100 200. അപ്പോൾ മാക്സിമം എവിടെയൊക്കെ പോസിബിൾ ആണോ അവിടെയൊക്കെ പെർസെൻറ്റേജ് നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ എല്ലാം പഠിപ്പിക്കും. ഇപ്പോൾ ഇത്രയും പഠിപ്പിച്ചു, ബാക്കിയുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമുക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 800 എടുത്തു. ഓക്കെ, എൻ്റെ 12.5% എത്ര? /8 ചെയ്യുക 100. ഓക്കെ, അതുപോലെ തന്നെ 800-ൻ്റെ 1% എത്ര? 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കുത്ത് 2 കുത്ത്, അപ്പോൾ 8. ഓക്കെ ആണല്ലോ. ഇനി നമ്മളെന്താ പഠിച്ചത്? 60% കാണാൻ പഠിച്ചു അല്ലേ? 60%. 800-ൻ്റെ 60% എങ്ങനെ നമ്മൾ പഠിച്ചത്? 50% പ്ലസ് 10%. 50% എങ്ങനെ കാണുക? 800-ൻ്റെ നേർപകുതി 400. 10% എങ്ങനെ? ഒരു കുത്തിപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ 80. അപ്പോൾ 480. 60% കിട്ടി. ഇനി നമ്മൾ 40% കണ്ടുപിടിക്കാനൊരു മെത്തേഡ് പറഞ്ഞിരുന്നു. 40% കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കുത്തിപ്പുറത്തോട്ട് ഇടുക, ഇൻറ്റു 4 ചെയ്യുക, 320 കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് പഠിച്ചത് എന്താണ്? 800 ഇൻറ്റു 2/5. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോഴും സെയിം ആൻസർ തന്നെ കിട്ടും. ഇനി നമ്മൾ 80% കാണേണ്ടതെന്നുണ്ടെങ്കിലോ 800 ഇൻറ്റു 4/5. ഓക്കെ, അപ്പോൾ 160 ഇൻറ്റു 4 നമുക്ക് 80% കിട്ടും. 320 എഗെയിൻ കിട്ടും. അല്ല 320 അല്ല 650 കിട്ടും 80% ആകുമ്പോൾ കേട്ടോ. 80% ആകുമ്പോൾ 800 ഇൻറ്റു 4/5, അല്ലെങ്കിൽ ഇതിന് നമുക്ക് വേണമെങ്കിൽ 8/10 എഴുതാം. അപ്പോൾ 640 കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. 80% ആണെങ്കിൽ ഇൻറ്റു 4/5. അപ്പോൾ 800 ആണെങ്കിൽ ഇൻറ്റു 4/5 നമ്മൾ ചെയ്തു.
ഇവിടെ 160 വന്നു, 120 ഇൻറ്റു 4 640 വന്നു. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800നെ നമുക്ക് 10% എടുക്കുക, 80.0 വരും, അതായത് 80 വരും. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു 8 ചെയ്താൽ മതി, അപ്പോഴും 640 കിട്ടും. അപ്പോൾ ഈ രണ്ട് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേറെയും എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പേഴ്സൻറ്റേജ് എല്ലാം ഫ്രാക്ഷനിലോട്ടും ഡെസിമലിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതെങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ള നെക്സ്റ്റ് ക്ലാസ്സിലുണ്ടായിരിക്കും. നമുക്ക് ഇനിയും കുറേ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യണം. കുറേ എക്സാമ്പിൾസ് ചെയ്ത് നമ്മൾ ഈ മെത്തേഡ്സ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. ജയ് ഹിന്ദ്.